വയനാട് ബൈസിക്കിൾ ചലഞ്ച് 4ാമത് എഡിഷന് ആവേശകരമായ സമാപനം. വിവിധ കാറ്റഗറികളിലായി 130ഓളം റൈഡേഴ്സ് പങ്കെടുത്തു. 2022 ആരംഭിച്ച വയനാട് ബൈസിക്കിൾ ചലഞ്ച് മത്സരാർത്ഥികളുടെ പങ്കാളിത്തത്താൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈക്ലിംഗ് ഇവന്റായാണ് കണക്കാക്കപ്പെടുന്നത്. പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പുവരുത്തുകയെന്ന ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ട് നടത്തപ്പെടുന്ന വയനാട് ബൈസിക്കിൾ ചാലഞ്ച് നിലവിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള സൈക്ലിസ്റ്റുകളുടെ ഏറ്റവും സുപ്രധാനമായ ഒരു കലണ്ടർ ഇവൻ്റായാണ് അറിയപ്പെടുന്നത്. ഇത്തവണ ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ വയനാടിൻ്റെ തനതു വിഭവങ്ങൾ, സംസ്കാരങ്ങൾ, പ്രകൃതി മനോഹാരിത, ഭൂപ്രകൃതി എന്നിവ കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെ പ്രസക്തി, അവ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതിൻ്റെ ആവശ്യകത എന്നിവ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. വയനാടിൻ്റെ ഹരിതസമ്പന്നതയും കാർഷിക സമൃദ്ധിയും കോർത്തിണക്കി രൂപകൽപ്പന ചെയ്ത സൈക്ലിംഗ് ട്രാക്കുകൾ ലോകത്തെമ്പാടുമുള്ള സൈക്ലിസ്റ്റുകളിലേക്ക് എത്തിക്കാനും വയനാട് ബൈസിക്കിൾ ചാലഞ്ച് ഉദ്ദേശിക്കുന്നുണ്ട്. കൽപ്പറ്റയിൽ നിന്ന് ആരംഭിച്ച റൈഡ് വൈത്തിരി കപ്പംകൊല്ലി വഴി 62 കിലോമീറ്റർ പിന്നിട്ട് കൽപ്പറ്റ ബൈപ്പാസിലെ ഫിനിഷിംഗ് പോയിന്റിൽ സമാപിച്ചു. എലൈറ്റ്മെന്റ് റോഡ് റേസ് വിഭാഗത്തിൽ വയനാടിൻ്റെ ആദിത്യനൻ 1ാം സ്ഥാനവും അചൽ ബി ഹൈബാർ 2ാം സ്ഥാനവും മുഹമ്മദ് ജുനൈദ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. നല്ല റേസ് ആയിരുന്നു. 62 കിലോമീറ്റർ, ഓൾമോസ്റ്റ് 1000 മീറ്റർ എലിവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റി. It was very good. Lot of climbs, but it was very nice. Like there was so many like views to see, so it wasn't like that hectic, but it was tiring. 62 കിലോമീറ്റേഴ്സിൽ ഹാഫും ടെറൈനും ഡിസെൻഡും ആയിരുന്നു. പിന്നെ അത്ര ട്രാഫിക് അല്ലേനു, അടിപൊളിയായിരുന്നു. തീർത്തും വയനാടിലൊരു സൈക്ലിംഗ് ഹബ്ബായി മാറുകയാണ്. ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് രീതിയിലുള്ള ഒരു ടെറൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വയനാടിന് ഇനി സൈക്ലിങ്ങിൽ വളരെ സാധ്യത കൂടുതലാണ്. ടെറൈൻ നല്ല റോളിംഗ് ആണ്, ചലഞ്ചിങ് ടെറൈനാണ്. റേസിന് നല്ലൊരു റേസിന് പറ്റിയൊരു ടെറൈൻ തന്നെയാണ്. വയനാട് SP തപോഷ് ബസുമതാരിയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. കേരള, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള റൈഡേഴ്സാണ് ചലഞ്ചിൽ പങ്കെടുത്തത്. കൈരളി ന്യൂസ്, വയനാട്.